ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു അടപ്രഥമൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ അടപ്രഥമനൊരു പ്രത്യേകതയുണ്ട്. ഇതിനുള്ള അട നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ വാഴയിലയിലാണ് ഈ അട തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല നാടൻ അടപ്രഥമനാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് ഇതേ രീതിയിൽ ഇപ്രാവശ്യം ഓണത്തിന് അടപ്രഥമനൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രഥമന് ആവശ്യമായിട്ടുള്ള അട തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 200 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് തിരുമ്മിയെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ നന്നായിട്ട് ഈ പൊടിയിൽ നന്നായിട്ട് പിടിച്ചിട്ട് പൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കൈകൊണ്ടൊന്ന് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് സാധാരണ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഡലിമാവിൻ്റെയൊക്കെ പരുവത്തിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്ക് മാത്രമേ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാവൂ. അപ്പോൾ അതാണ് ഞാൻ അടയുണ്ടാക്കാനായിട്ട് ഇല ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇലയൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. ഇനി ഇതാണ്ട് ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മാവ് ഇതേപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് തൂവി കൊടുക്കണം. എല്ലായിടും ഒന്ന് ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേണ്ട പതുക്കെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി ഒരാൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുരുട്ടിയെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് വെള്ളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ ഇത് ഇലയിൽ നിൽക്കത്തില്ല, ഇലയിൽ നിന്ന് വെളിയിലേക്ക് പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ മാത്രമേ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാവൂ. ഒരുപാട് വെള്ളമായി പോകരുത്. ഒരുപാട് വെള്ളമായി പോയാൽ തന്നെ നമ്മുടെ അട ശരിയായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിന്ന് ചുരുട്ടിയെടുത്തിട്ട് ആ വാഴനാര് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. നമ്മളിത് ചുരുട്ടിയെടുക്കുമ്പോൾ തന്നെ എല്ലാം നല്ല ലെവലായിട്ട് ഒരേ രീതിയിൽ തന്നെ നമ്മുടെ അട നമുക്ക് കിട്ടും. ഇത്രയും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാഴയില ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമ്മളിത് വെള്ളത്തിലിട്ട് കുക്ക് ചെയ്താണ് എടുക്കുന്നത്. നല്ല വലിപ്പമുള്ള പാത്രത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മുങ്ങിക്കിടക്കുകയും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ആവിയിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ അട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇല കിട്ടാതെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് അട ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഒരേ കനത്തിൽ തന്നെ എല്ലാ സൈഡും കിട്ടും. എന്നിട്ട് ഇതേപോലെ ആവിക്ക് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇല ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അട ഇതുപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. സാധാരണ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റി എടുക്കണം. എന്നിട്ട് ദാണ്ട് ഇതേപോലെ പതുക്കെ നമ്മൾ ഈ ഇലയൊന്ന് അഴിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഇലയിൽ നിന്നും ഇതുപോലെ അടർത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇലയിൽ നിന്നും വിട്ട് വരും. ഇതാ കണ്ടില്ലേ. പിന്നെ ഈ അടയ്ക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിലേ ഇരിക്കും. നമ്മൾ പണ്ടൊക്കെ സദ്യ കഴിച്ചവർക്കറിയാം
ഇലയിലുണ്ടാക്കിയ അടയുടെ ആ ഒരു ടേസ്റ്റ്, ആ അടപ്രഥമൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ദാണ്ട ഇലയിൽ നിന്ന് ഞാൻ അടയെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാണ്ട കുറച്ച് വെള്ളം വേറെ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ 2-3 വെള്ളത്തിലൊന്ന് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോഴേക്കും നമ്മൾ പ്ലേറ്റിൽ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന അടയും വെന്ത് വന്നിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് അടർത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ ഈ പ്ലേറ്റിലെ നെയ്യൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി കിട്ടും. ഇതാ കണ്ടില്ലേ, ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഈ അട കൂടി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അട നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഇതേപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, നമുക്ക് പിറ്റേ ദിവസം പായസം ഉണ്ടാക്കാം. അപ്പോൾ അതാണ് നമ്മുടെ അടയൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് ഞാനിതൊന്ന് വാരി വെക്കുന്നുണ്ട്, ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറാനായിട്ട്. അപ്പോൾ നമുക്കിനി പായസം ഉണ്ടാക്കണ്ടേ, അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കര നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. ശർക്കര ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വരുന്ന ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ്ട് ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി പായസം വെക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുവട് കട്ടിയുള്ള വലിയൊരു പാത്രം എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കറുത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ എടുക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. അട ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോഴേ അട തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല, അതിനുവേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മുടെ അട ഈ നെയ്യിലും ശർക്കരയിലും കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് ശർക്കരയും നെയ്യും ഒക്കെ പിടിച്ച് നന്നായിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഒന്ന് വറ്റിച്ചെടുക്കണം, നമുക്ക് ഒരു പകുതി അളവിലൊന്ന് വറ്റിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇത് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിച്ചു പോകും. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അടയും അതുപോലെ നല്ലതുപോലെ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ 1.5 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, നല്ല വലിയ തേങ്ങയാണ്. തേങ്ങ നമ്മളൊന്ന് ചിരകിയെടുത്ത ശേഷം 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ച ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് 1-ാം പാല്. അതിനുശേഷം അതേ തേങ്ങാപ്പീരയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഏകദേശം 1.5 ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് 2-ാം പാല്. അപ്പം ആ 2-ാം പാലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള 2-ാം പാല്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അടയായതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയുടെ 2 പാലെടുത്താൽ മതി. കടയിൽ നിന്നും വാങ്ങുന്ന അടയാകുമ്പോൾ കുറച്ചുകൂടി വേവ് വരും. അപ്പോൾ നമ്മൾ 3-ാം പാൽ വരെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ചെറുതായിട്ടൊന്ന് വറ്റി വന്നപ്പോൾ ഞാൻ ഈ സമയം ഇതിലേക്ക് കുറച്ച് ഏലക്കയും ചുക്കും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത് 2-ാം പാലും വറ്റി ഒരു പകുതി ആകുന്നിടം വരെ നമ്മളിത് ഇളക്കി ചേർത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ആ 2-ാം പാല് ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് 1-ാം പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്ര ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ പ്രഥമന്. അപ്പോൾ അതാണ് 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കി ചേർത്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഇത് ഇളക്കാതിരിക്കരുത്, നന്നായിട്ട് തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കണം. കാരണം ഇത് നന്നായിട്ട് കുറുകി വന്നുകൊണ്ടിരിക്കും. ഇനിയും അടുക്കി പിടിക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജീരകം പൊടിക്കാതെ ആ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്രഥമനൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആ തേങ്ങാപ്പാൽ 1-ാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് കുറുകി കിട്ടും.
അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ആറുമ്പോഴേ ഒന്നുകൂടി നന്നായിട്ട് കുറുകി കിട്ടും. ഇനി ഇതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കിസ്മസും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം ചേർത്ത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കാം. ഇനി ഇത് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. നമ്മുടെ കയ്യിലുള്ളതുപോലെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട കിസ്മസും കശുവണ്ടിയൊക്കെ ഞാനൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എള്ളാണ്. നമ്മളത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ചൂട് നെയ്യിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ്ട 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടി നമ്മുടെ ഈ പ്രഥമനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല മണം വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇതേപോലെ ചെറിയ ചൂടോടുകൂടി നമ്മൾ ഇലയിൽ ഇതുപോലെ വിളമ്പിയിട്ട് പഴവും കൂടി ചേർത്ത് ഇതേപോലെ ഉടച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാവോ. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അട ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഈ ഓണത്തിന്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം.